Hi all, welcome to AICT, Abstract Institute of Commerce and Engineering Technology. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് EPS എന്നും OBS എന്നും മനസ്സിലാക്കിയല്ലേ. നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എങ്ങനെയാണ് EPSഉം OBSഉം നമ്മൾ പ്രൈമവേരയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്റർപ്രൈസിൽ പോവാം. എന്റർപ്രൈസിൽ ഈ സെക്കൻഡ് കിടക്കുന്ന എന്റർപ്രൈസ് പ്രൊജക്ട് സ്ട്രക്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ഓപ്പൺ ആക്കുക. അപ്പോൾ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ ഈ ഒരു എന്റർപ്രൈസ് പ്രൊജക്ട് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച EPS സ്ട്രക്ചർ ഇതിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു EPS ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു EPS ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഹെഡ് ആബ്സ്ട്രാക്ട് ഗ്രൂപ്പ് എന്നുള്ളത് ഈ EPS നെയിമിന്റെ ഇവിടെ കൊടുക്കുന്നു. ഇവിടെ തന്നെ EPSന്റെ ID കൊടുക്കാനുണ്ട്. നമ്മളത് ജസ്റ്റ് ഷോർട്ടായിട്ട് AZ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത ഇതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ, ആസ്ട്രാക് കൺസൾട്ടൻസി ആൻഡ് ആസ്ട്രാക് ഡെവലപ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആസ്ട്രാക് ഗ്രൂപ്പിന്റെ അണ്ടറിലായിട്ടാണ്, സെയിം ലെവലല്ല, അണ്ടറിലായിട്ട് നമുക്ക് പുതിയൊരു EPS ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെയിം കൊടുക്കാം, ആസ്ട്രാക് ഇവിടെ നമ്മൾ നെയിം കൊടുക്കാം ആബ്സ്ട്രാക്ട് ഡെവലപ്പേഴ്സ് എന്നുള്ളത്. നമ്മളിവിടെ ഷോർട്ടായിട്ട് നെയിം കൊടുക്കുന്നു ZDP എന്നുള്ളത്, ആബ്സ്ട്രാക്ട് ഡെവലപ്പേഴ്സിന് ഷോർട്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ ആഡ് ചെയ്യാണ്, സെയിം ലെവലിൽ നമുക്ക് വരുന്നതാണ് ആബ്സ്ട്രാക്ട് കൺസൾട്ടൻസി. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആബ്സ്ട്രാക്ട് കൺസൾട്ടൻസി നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ ഒരു ഡെവലപ്പേഴ്സിന്റെ അടിയിൽ വരുന്നതാണ് ആസ്ട്രാക് ബിൽഡിങ്സും ആസ്ട്രാക് റോഡ് വർക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആസ്ട്രാക് ഡെവലപ്പേഴ്സിന്റെ അണ്ടറിലല്ല നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് ആസ്ട്രാക് ഡെവലപ്പേഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ബട്ടൺ കൊടുക്കുക. പക്ഷേ ഇത് വന്നിരിക്കുന്നത് സെയിം ലെവലിലാണ് വന്നിട്ടുള്ളത്. ആസ്ട്രാക് ഡെവലപ്പേഴ്സിന്റെ അതുപോലെ തന്നെ ഈ ഒരു ആസ്ട്രാക് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്കത് ചേഞ്ച് ചെയ്യണം. നമുക്ക് ആസ്ട്രാക് ഡെവലപ്പേഴ്സിന്റെ അണ്ടറിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യുന്നത് ഇവിടെ കുറച്ച് ഫംഗ്ഷൻ കീകളുണ്ട്, ആഡ്, ഡിലീറ്റ്, കട്ട്, കോപ്പി, പേസ്റ്റ് എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ഇത് മൂവ് ചെയ്യിക്കാം. അതായത് ഇപ്പോൾ കിടക്കുന്നത് ആസ്ട്രാക് ഡെവലപ്പേഴ്സിന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ തിരിച്ച് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വരേണ്ടത് ആസ്ട്രാക് ഡെവലപ്പേഴ്സിന്റെ അണ്ടറിലാണ്. ആസ്ട്രാക് ബിൽഡിങ്സ് എന്നുള്ളത് എൻ്റർ ചെയ്യാം. ആസ്ട്രാക് ബിൽഡിങ്സ് എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഡെവലപ്പേഴ്സിന്റെ അണ്ടറിൽ അടുത്തത് വരുന്നതാണ്, അടുത്ത ആസ്ട്രാക് ഡെവലപ്പേഴ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ആസ്ട്രാക് റോഡ് വർക്ക്സ്. അത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഏരിയയിലും നമുക്ക് ഷോർട്ടായിട്ട് ഇതിന്റെ ID കൊടുക്കാം. നമ്മൾ ആസ്ട്രാക് B എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആസ്ട്രാക് R എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൺസൾട്ടൻസിയുടെ അണ്ടറിൽ വരുന്നതാണ്. നമുക്ക് ഫസ്റ്റ് വരുന്നത് ആസ്ട്രാക് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ആണല്ലേ. അടുത്തതാണ് ആസ്ട്രാക് അടുത്തത് ആസ്ട്രാക് അക്കൗണ്ട്സ് മാനേജ്മെന്റ് കൺസൾട്ടൻസി. ഇതിന് രണ്ടിനും നമ്മൾ ഒരു ഷോർട്ട് നെയിമും കൊടുക്കുക, PMC എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി. അതുപോലെ തന്നെ ആസ്ട്രാക് അക്കൗണ്ട്സ് മാനേജ്മെന്റ് കൺസൾട്ടൻസി, ANC. നമ്മൾ EPS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് നമുക്കൊരു ചാർട്ട് വ്യൂ ആക്കാം. നമ്മളിവിടെ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്ത് ചാർട്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചാർട്ടിലുള്ള വ്യൂ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത EPS നമ്മളുടെ ടേബിൾ ഏരിയയിൽ ഇപ്പോൾ ഡിസ്പ്ലേ ആയിട്ടുണ്ട്, ഇതിൽ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് OBS ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് എന്റർപ്രൈസിൽ പോവുക, എന്റർപ്രൈസിൽ OBS എന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ കിടക്കുന്നുണ്ട് പ്രസിഡന്റ് എന്നുള്ളത്. പ്രസിഡന്റ് ആണ് ആസ്ട്രാക് ഗ്രൂപ്പ് നോക്കുന്നത്. അപ്പോൾ പ്രസിഡന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് വൈസ് പ്രസിഡന്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വൈസ് പ്രസിഡന്റ് 1 ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം വൈസ് പ്രസിഡന്റ്
1 എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതാണ് വൈസ് പ്രസിഡന്റ് 2 എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് എൻ്റർ ചെയ്യാം VP 2 എന്നുള്ളത്. ഇനി നമുക്ക് വൈസ് പ്രസിഡന്റിന്റെ 1ന്റെ അണ്ടറിൽ വരുന്നതാണ് ജനറൽ മാനേജർ 1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെയിം ലെവലിലാണ് വന്നിട്ടുള്ളത്, പക്ഷേ ഇത് വരേണ്ടത് വൈസ് പ്രസിഡന്റിന്റെ അണ്ടറിലാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യുക ജനറൽ മാനേജർ 1 എന്നും, അതുപോലെ തന്നെ ഇതിൻ്റെ അണ്ടറിൽ അടുത്ത് വരുന്നതാണ് ജനറൽ മാനേജർ 2. അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊജക്ട് മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സെയിം ലെവലിലല്ല, GMന്റെ അണ്ടറിലായിരിക്കും പ്രൊജക്ട് മാനേജർ വരിക. അപ്പോൾ സൈഡിലാക്കിയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം PM1 എന്ന്. ജനറൽ മാനേജർ 2ന്റെ അണ്ടറിൽ അടുത്തത് ആഡ് ചെയ്യുക, ലെവല് മാറ്റി കൊടുക്കുക PM2 എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വൈസ് പ്രസിഡന്റ് ആസ്ട്രാക്ക് കൺസൾട്ടൻസി ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ അണ്ടറിൽ ഫസ്റ്റ് വരുന്നതാണ് ജനറൽ മാനേജർ 1ഉം 2ഉം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം ജനറൽ മാനേജർ 1. നമ്മൾ C എന്ന് കൊടുക്കുന്നുണ്ട്, കൺസൾട്ടൻസിന്റെ ജനറൽ മാനേജർ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടുത്തതും ആഡ് ചെയ്യാം വൈസ് പ്രസിഡന്റ് അണ്ടറിൽ ജനറൽ മാനേജർ 2C കൺസൾട്ടൻസി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, OBSും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചാർട്ട് വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ ചാർട്ട് വ്യൂ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം, ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും എന്റർപ്രൈസ് ഓപ്പൺ ചെയ്യുക. നേരത്തെ ഓപ്പൺ ആക്കി വെച്ച ഡിസ്പ്ലേയിൽ ചാർട്ട് വ്യൂ ആണ്, നമുക്ക് ടേബിൾ വ്യൂ ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേയിൽ പോയിട്ട് ടേബിൾ വ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാം. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ആസ്ട്രാക്ട് ഗ്രൂപ്പ് ഉണ്ടല്ലേ, താഴെ ഉണ്ട് റെസ്പോൺസിബിൾ മാനേജേഴ്സ് ആരാണ് എന്നുള്ളത്. നമുക്ക് ഇവിടെ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിൽ ആസ്ട്രാക്ട് ഗ്രൂപ്പിൻ്റെത് പ്രസിഡന്റ് തന്നെയാണ്. നമുക്ക് അടുത്ത് നോക്കാം, ആസ്ട്രാക്ട് ഡെവലപ്പേഴ്സിൻ്റെ പ്രസിഡന്റ് ആണ് കിടക്കുന്നത്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് 1 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുക വൈസ് പ്രസിഡന്റ് എന്നുള്ളത്. അതിനുശേഷം ആസ്ട്രാക്ട് ബിൽഡിങ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ജനറൽ മാനേജർ 1 ആണ്. ജനറൽ മാനേജർ കൊടുത്തു. അതുപോലെ തന്നെ റോഡ് വർക്കിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ജനറൽ മാനേജർ 2 ആണ്. അപ്പോൾ നമ്മൾ ജനറൽ മാനേജർ 2 അസൈൻ ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആസ്ട്രാക്ട് കൺസൾട്ടൻസിയെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഇത് ആസ്ട്രാക്ട് കൺസൾട്ടൻസിയുടെ ചാർജ് വൈസ് പ്രസിഡന്റ് 2നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ റെസ്പോൺസിബിലിറ്റീസിലെ നമ്മൾ വൈസ് പ്രസിഡന്റ് 2നെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. വൈസ് പ്രസിഡന്റ് 2നെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആസ്ട്രാക്ട് പ്രോജക്ട് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ജനറൽ മാനേജർ 1 ആണ്. അക്കൗണ്ട്സ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ജനറൽ മാനേജർ 2 ആണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത EPSും OBSും ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെ ഏതെല്ലാമാണ് റോൾസും റെസ്പോൺസിബിലിറ്റീസും ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇത് നമുക്ക് ഇനി ഒന്ന് ചാർട്ട് വ്യൂവിലും നമുക്ക് നോക്കാം എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ സെയിം ഉണ്ടാക്കി വെച്ചതുപോലെ തന്നെ ആസ്ട്രാക്ട് ഗ്രൂപ്പ് അത് പ്രസിഡന്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആസ്ട്രാക്ട് ഡെവലപ്പേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് 1, കൺസൾട്ടൻസി ഹാൻഡിൽ ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് 2 ആണ്. ആസ്ട്രാക്ട് ബിൽഡിങ്സ് ജനറൽ മാനേജർ 1, ആസ്ട്രാക്ട് റോഡ് വർക്ക് ജനറൽ മാനേജർ 2, അതുപോലെ ആസ്ട്രാക്ട് പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഹാൻഡിൽ ചെയ്യുന്നത് ജനറൽ മാനേജർ 1 ആണ്. ആസ്ട്രാക്ട് അക്കൗണ്ട്സ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ജനറൽ മാനേജർ 2 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ഒരു പ്രൈമവേരയിൽ EPS ആൻഡ് OPS ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൽ എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം.